ഹേ ഗായ്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് ആൻഡ് ഗെയിം. അപ്പോൾ നമ്മൾ ഇന്നൊരു GTA 5 ഗെയിം വീഡിയോ കാണാമെന്നിരിക്കും. അപ്പോൾ ഫ്രാങ്ക്ലിൻ ഇന്ന് കോളേജിൽ പോകുന്നൊരു വീഡിയോ. ഫ്രാങ്ക്ലിൻ ഇന്ന് കോളേജിലൊരു ഇതുണ്ട്, ഫെസ്റ്റിവൽ. അത് ഫ്രാങ്ക്ലിനൊരു കോർപ്പറേറ്ററായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ ഇന്നലെ തന്നെ പോകാനുള്ള പുതിയ ഉടുപ്പ് മേടിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഇടാം. രാത്രിയാണ് പരിപാടി, 1 മണിക്കൂർ എന്തോ ഉള്ളു. ഫ്രാങ്ക്ലിൻ ഉടുപ്പിട്ടിട്ടുണ്ടെന്ന് കുളിക്കണം. അതല്ലേ നല്ലത്, കുളിച്ചാൽ മതി. ഒന്ന് കുളിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിന് കുളി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആൻറ്റിയിട്ടൊന്ന് പറയാം. ആൻറ്റി, നമ്മൾ പോണേട്ടോ. ശരി. ആൻറ്റി അവിടെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് പുറത്തോട്ട് പോവാം. ഇവിടെ ആംബുലൻസ് ഒക്കെ നേരത്തെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചെക്കൻ വന്ന് ഇടിച്ചു. ഞാൻ അങ്ങോട്ട് തിരിച്ചിടിക്കാൻ അവിടെ വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൈക്കായിട്ടാണ് പോകണം. കാറ് ഗാരേജിലുണ്ട്. അപ്പോൾ നമ്മൾ കോളേജിലോട്ട് പോകാൻ പോകണം. അപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡിയായി. നമ്മൾ കോളേജിലോട്ട് പോവാം. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കോളേജിന് അവിടെ എത്തിയിട്ട് ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് കളഞ്ഞു, കുറേ ദൂരമുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ കോളേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കോർപ്പറേറ്ററായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോവാം. ലേറ്റായിട്ടുണ്ട് ഇത്തിരി, എന്നാലും കുഴപ്പമില്ല, കോർപ്പറേറ്ററായുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടിയിലോട്ടൊന്ന് കയറട്ടെ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. എന്തൊരു അന്തരീക്ഷം. അപ്പോൾ ബൈക്കിൻ്റെ അടുത്ത് പോവാം. സോ അപ്പോൾ നമ്മൾ ടോണിയെ വിളിച്ചിട്ടുണ്ട്. ലമാറ് പറഞ്ഞൊരു കാർ എടുത്തിട്ടും വരാൻ. ടോണീൻ്റെ ടോ ട്രക്ക് ഉള്ളായിരുന്നു ലമാർ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടോണീൻ്റെ അടുത്ത് പോകാം. ലമാർ പറഞ്ഞാലും ടോണിയെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു ഷോപ്പിനോടെ നിൽപ്പിടുന്ന കാരണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. സോ ഗൈസ്, നമ്മളപ്പോൾ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ മറ്റേ ഗെയിം തെറാപ്പിസ്റ്റ് റിച്ചിഡിൻ്റെ വീട് നമുക്കറിയാലോ. എല്ലാവരും ട്രെൻഡിങ് ആക്കി അതിശയിപ്പിച്ചിരിച്ചൊരു സ്ഥലമാണ് ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ ഒരു വിഭാഗം. എനിക്കിപ്പോഴും റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാനിത് എക്സ്ബോക്സ് ക്ലൗഡ് ഗെയിമിംഗ് കൊണ്ട് കളിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ എത്താനായിട്ടില്ല, കുറേ ദൂരമുണ്ട്. ഞാൻ ഒരു പണി വെട്ടിയിരിക്കുകയാണ്. നല്ല ദൂരമുണ്ട്. ഇടയ്ക്ക് വണ്ടിയിൽ പെട്രോളും തീർന്നു, അതൊരു ഷോക്ക് കഴിഞ്ഞു. അപ്പോൾ പെട്രോൾ അടിച്ച് നിർത്തിയതാണ് അവിടെ. പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെത്താനായി. ഒരിത്തിരി ദൂരവും കൂടി ഉള്ളു. ഈ വണ്ടിയൊക്കെ ഒരു പ്രശ്നമാണ്. നമുക്ക് പിന്നെ ഇവിടെ ട്രാഫിക് ഒബേ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി പോകാം. അത് ഇത്രയേ ഉള്ളൂ, ഒറ്റ വേണ്ടി. സോ നമ്മളിപ്പോൾ പോസ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നു. കുറേ ദൂരമുണ്ട്. നമുക്ക് നേരത്തെ ഇതറിയാലോ. നമ്മളപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ ഗൈസ്, നമ്മളപ്പോൾ എത്താനായിട്ടുണ്ട്. നമ്മുടെ മറ്റേ റോഡ് സൈഡ് കട്ട് ചെയ്ത് കയറി. അവിടെ ടോണിയ നേരത്തെ നമുക്ക് നിൽക്കുന്ന സ്ഥലം തന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ വീടിൻ്റെ അടുത്താണ് വന്നത്. അപ്പോൾ ടോണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടോണീൻ്റെ അടുത്ത് ഇട്ടിട്ട് അതേ നിൽക്കണ കൂണി നിൽപ്പുണ്ട് ടോണിയോടെ. ലാഗടെ ഞാൻ അങ്ങോട്ട് പൗസ് ചെയ്തിടുകയാണ്. നമുക്ക് ബൈക്കിലോട്ട് കയറാം. ഗോ ടു ദ ട്രോട്ടർ, വെയിറ്റ് ഫോർ ടോണി. ഇവളാരും നമ്മുടെ ബോസാണ്. നമുക്ക് ഡ്രൈവിങ് അറിയാവുന്നുണ്ടല്ലേ, മാറി നമ്മുടെ ഏൽപ്പിച്ചേക്കണേ. അപ്പോൾ നമുക്കൊന്ന് നേരെ വിടാം.
ലൊക്കേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്ഥലമൊന്നും അറിയില്ലല്ലോ. നമുക്കൊന്ന് പോവാം. ഓ, 2 ഇഞ്ചിട്ടായിട്ടുണ്ട്. 2 അവിടെ ഇട്ടുണ്ട്. ഗൈസ്, അവൻ നമ്മുടെ വണ്ടീനെ മുളകൊക്കെ കൂടെ കയറ്റിപ്പോണു ഗൈസ്. എന്തൊരു മനുഷ്യനാണ് നോക്കിയാലോ. നമുക്ക് അങ്ങോട്ട് പോവാം. ഒട്ടും സമയങ്ങളില്ല. രാത്രിയൊക്കെ വിളിച്ചിട്ടാണ് പറയണത് ഇങ്ങനത്തെ പണിയൊന്നുമില്ല. മാറിനെ പോയിക്കൂടെ, നമ്മുടെയൊക്കെ എന്തിനാ ഏൽപ്പിക്കുന്നത്. ലേക്കാണ് ഇവിടെ ട്രോട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. അത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ്. ഓ, കണ്ടോളൂ ഇയാളൊക്കെ സ്റ്റേ അടുത്ത്. ഇങ്ങനെയൊന്ന് കേട്ടിട്ട് ഇടിച്ച് വണ്ടീൻ്റെ പവർ പോകും. അവനെ കയറ്റി സക്സസ്ഫുള്ളി. അതിത്തിരി പണിയായിരുന്നു. അയാളവിടെ ഇടിച്ചിട്ട് പിന്നെ പോലീസൊക്കെ വന്ന് 2 റൗണ്ട് കറങ്ങിയിട്ടാണ് പിന്നെ തിരിച്ചെത്തി. നമ്മൾ ടോ ട്രക്കിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പം നമുക്കങ്ങോട്ട് പോവാം. ഇതൊരു പണിയാണ്. ഇതിനകത്ത് ബ്രേക്കില്ല അങ്ങനെ. അപ്പം നമ്മൾ ഇട്ടേക്കണ സ്പോട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഫുൾ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ്. ഇടി പറ്റിയില്ല. നമ്മൾ സൈഡിയൊക്കെ എടുത്ത് പോവാം. ഒരു വെണ്ട ടാങ്ക് അടിച്ച് പൊളിച്ചവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇന്ന് മഴ. സിഗ്നൽ പോസ്റ്റൊക്കെ ഇടിച്ച് പൊളിച്ചു പോണു ഗൈസ്. തെറ്റി നമുക്കൊന്ന് വണ്ടി തിരിക്കേണ്ട വരും. ഇത് പിന്നെ ഞാൻ എക്സ്പോർട്സ് ക്ലൗഡ് ഗെയിമും കളിക്കുന്ന കാരണം അതിൻ്റെ ഒരു ഇതാണ്. ഞാൻ മൊബൈലിൽ തന്നെ കളിക്കുന്നത്. ഇതൊരു വിശദീകരമായിട്ട് എങ്ങനെ കിട്ടും എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് ശേഷം അയച്ചു തരാം. അപ്പോൾ നമ്മൾ കൊളുത്താൻ വേണ്ടി പണി നോക്കണം. ഇതിനൊരു വേസ് അടിച്ച് കൊളുത്താൻ. കൊളുത്തി. ഇനി നമ്മൾ പോവാൻ നേരത്തെ സ്ഥലം തന്നെ പോവാൻ. എങ്ങനെയും വണ്ടിയൊന്നും ഇടിക്കാണ്ട് പോകണം. ഇവിടെ ആംബുലൻസ് ഉണ്ട്. നേരത്തെ എടുത്താൽ ഓരോ ഇടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രാങ്ക്ലിൻ പിന്നെ ഒരു ഇടിക്കാരൻ ഞാൻ. പിന്നെ നമ്മൾ പോയി നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ മഞ്ഞ വഴിക്ക് സിമിയോൻ്റെ അവിടെ ഉണ്ടായിരുന്നു. സിമിയോണെ മൈക്കിളിടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മിണ്ടാറില്ല. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി ഇവിടെ നിന്ന് അഴിച്ചിട്ടിട്ട് നമുക്ക് വീട്ടിൽ പോകണം. അപ്പോൾ നമ്മൾ വണ്ടി അഴിച്ചിട്ടിട്ടുണ്ട്. ടോണി ഇറങ്ങി, ഞാനും ഇറങ്ങി. ഞാൻ ബൈക്കെടുത്ത് വീട്ടിൽ പോയി വെട്ടുമേ ചാടിക്കിടക്കാം. മിഷൻ പാസ്സായി. നമ്മൾ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്. ബൈക്കിലോട്ട് കയറി പോവാം വീട്ടിലോട്ട്. കുറേ സമയം നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തെത്തുണ്ട്. ചോപ്പൊക്കെ കിടങ്ങി ലമാറെത്തിയിട്ടാണ് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉണ്ടാവും, ലമാറുണ്ടാവും. ഇതൊക്കെ ഐസ് നമ്മുടെ വണ്ടി അവിടെ കിടക്കണം. നമുക്കിന്ന് വീട്ടിലോട്ട് കയറാം. നമുക്ക് ഹെൽമെറ്റിന് പിന്നെ വിലയില്ലാത്ത കാരണം കിടക്കത്തില്ല. ആൻറ്റി വന്നപ്പോൾ തന്നെ എന്തോ TV ഷോ ആണ്. അപ്പോൾ ഞാൻ കിടന്നു തുടങ്ങി. എൻ്റെ വീഡിയോ വൈൻഡപ്പ് ആക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.